ഹലോ ഓൾ, വെൽക്കം ടു കാത്തൂസ് മീഡിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനിമൽ കിങ്ഡത്തിനെ എന്ത് ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ്. അനിമൽ കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സിമെട്രി, ജെം ലെയേഴ്സ്, നേച്ചർ ഓഫ് സീലോം, സെഗ്മെൻറ്റേഷൻ ആൻഡ് നോട്ടോകോഡ്. ഓരോ ക്യാരക്ടറും ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. And the levels of organization are cellular, tissue, organ and organ system levels of organization. First one എന്ന് പറയുന്നത് cellular level. Cellular level of organizationൽ സെൽസ് ലൂസ്ലി ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഡിവിഷൻ ഓഫ് ലേബർ occur among സെൽസ്. ഓരോ സെല്ലിനും പർട്ടിക്കുലർ പ്രോപ്പർട്ടി അല്ലെ പർട്ടിക്കുലർ ഫങ്ഷൻ ഉണ്ടായിരിക്കും. ദെൻ അതിന് എക്സാമ്പിളാണ് സ്പോഞ്ചസ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഓർഗാനിസംസ്. സെക്കൻഡ് വൺ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവിടെ സെൽസ് പെർഫോമിങ് സെയിം ഫങ്ഷൻ ആർ അറേഞ്ച് ടു ഫോം ടിഷ്യൂസ്. അവിടെ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന സെൽസ് അറേഞ്ച് ചെയ്തിട്ട് ടിഷ്യൂസായിട്ട് മാറുന്നു. അറേഞ്ച്മെൻറ്റ് കുറച്ചുകൂടി കോംപ്ലക്സ് ആകുന്നു. അങ്ങനെയുള്ള ഓർഗാനിസംസിന് എക്സാമ്പിളാണ് സീലൻഡ്രൈറ്റ്സ്. തേർഡ് വൺ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള ഓർഗാനിസംസിൽ ടിഷ്യൂസ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഓർഗൻസായി മാറുന്നു. ഓരോ ഓർഗനും പർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നു. അത് കാണിക്കുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസ് ആണ് എക്സാമ്പിൾ. പ്ലാറ്റിഹെൽമിന്തസും അതുപോലെ തന്നെ ഹയർ ഫൈലാസിലുമാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത്. ഫോർത്ത് ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ ഓർഗൻസ് അസോസിയേറ്റ് ചെയ്ത് ഓർഗൻ സിസ്റ്റംസായി മാറുന്നു. അതായത് ഡിഫറെൻ്റ് ഓർഗൻസ് ഒന്നിച്ച് ചേർന്നിട്ട് ഒരു ഓർഗൻ സിസ്റ്റം ആകുന്നു. അതിന് എക്സാമ്പിൾസാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം ഒക്കെ. ഓരോന്നിനും പർട്ടിക്കുലർ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് കാണും. അങ്ങനെയുള്ള ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് ഹയർ ഫൈലാസിലാണ്. എക്സാമ്പിൾ അസ്ഹെൽമിന്തസ് ടു കോർഡേറ്റ. അസ്ഹെൽമിന്തസിൽ നിന്ന് കോർഡേറ്റ് വരെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ഓർഗാനിസം ഷോ കോംപ്ലക്സിറ്റീസ് ഇൻ ഓർഗൻ സിസ്റ്റം. പല ഓർഗാനിസം കോംപ്ലക്സിറ്റി കാണിക്കും അതിൻ്റെ ഓർഗൻ സിസ്റ്റത്തിൽ. എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഫസ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കാം. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ആൻഡ് കംപ്ലീറ്റ്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ മൗത്തിനും ഏനസിനും സിംഗിൾ ഓപ്പണിങ്ങേ കാണുകയുള്ളൂ. എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ് പോലുള്ള ഓർഗാനിസത്തിനാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളത്. ദെൻ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പം 2 ഓപ്പണിങ്സ് കാണും. മൗത്തിനും ഏനസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഓപ്പണിങ്സ് കാണും. അങ്ങനെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്, ഓപ്പൺ ടൈപ്പും ക്ലോസ് ടൈപ്പും. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ഹാർട്ടിന് വെളിയിലേക്ക് പമ്പ് ചെയ്യുന്നു. അതായത് രക്തം ഹാർട്ടിൻ്റെ വെളിയിലേക്ക് പമ്പ് ചെയ്യുന്നു. കലകളും കോശങ്ങളും അതിൽ മുങ്ങിക്കിടക്കുന്നു. അതാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ ക്ലോസ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന അതിൽ ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് വെസൽസ് ഓഫ് വേരിയിങ് ഡയമീറ്റേഴ്സ്. അതായത് അവിടെ രക്തം സർക്കുലേറ്റ് ചെയ്യുന്നത് പല വെസൽസിലൂടെ ആയിരിക്കും. രണ്ടാമത്തെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സിമെട്രി ആണ്. സിമെട്രി മീൻസ് ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷനേറ്റ് സിമിലാരിറ്റി ഫൗണ്ട് ഇൻ 2 halves ഓഫ് ആൻ ഒബ്ജെക്റ്റ്. ദാറ്റ് ഈസ് 1 half ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദി അതർ. അതായത് ഒരു ഒബ്ജക്റ്റിനെ അല്ലെ ഒരു സർക്കിൾ ഇപ്പം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഒരെണ്ണം മറ്റൊന്നിൻ്റെ മിറർ ഇമേജും ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് സിമെട്രി എന്ന് പറയുന്നത്. ദെൻ സിമെട്രി 3 ടൈപ്പ് ഉണ്ട്, എസിമെട്രിക്കൽ, റേഡിയലി സിമെട്രി ആൻഡ് ബയലാട്രൽ സിമെട്രി. എസിമെട്രി കാണിക്കുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് സ്പോഞ്ചസ്. സ്പോഞ്ചസിനെ നമ്മൾ സെൻറ്ററിലൂടെ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഉള്ള ഓർഗാനിസംസ് എസിമെട്രിക്കലാണ്. എനി പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഡസ് നോട്ട് ഡിവൈഡ് ദം ഇൻ ടു ഈക്വൽ ഹാഫ്സ്. ദാറ്റ് ഈസ് എസിമെട്രിക്കൽ. Radial symmetry. Any plane passing through the central axis of body divides the organism into 2 identical halves. അതായത് സെൻറ്ററിലൂടെ കട്ട് ചെയ്താൽ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട്
ആ ഓർഗാനിസത്തിന് കിട്ടും, ഏത് പ്ലെയിനിൽ സെൻറ്ററിലൂടെ കട്ട് ചെയ്താലും. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് റേഡിയൽ സിമെട്രി കാണിക്കുന്നത്. എക്സാമ്പിൾ ഹൈഡ്ര. തേർഡ് സിമെട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രിയാണ്. ഹിയർ ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ഇൻ ഓൺലി വൺ പ്ലെയിൻ. അതായത് ഒരു പ്ലെയിനിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഓർഗാനിസത്തിൻ്റെ ബോഡി 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. എക്സാമ്പിൾസ് അനലിഡ്സ്, ആർത്രോപോഡ്സ്. തേർഡ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ജെം ലെയേഴ്സ്. ജെം ലെയേഴ്സ് 2 ടൈപ്സ് ഉണ്ട്, ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും. ഒരു ഓർഗാനിസത്തിൻ്റെ ഭ്രൂണാവസ്ഥയിലാണ് ജെം ലെയേഴ്സ് കാണുന്നത്. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ സൈഗോട്ട്, ഓർഗാനിസം ഫോം ചെയ്യുന്നത് സൈഗോട്ടിന് ഡിവിഷൻ നടന്നിട്ടാണ്. മൈറ്റോസിസ് വഴി ഡിവിഷൻ നടന്ന് ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല പോലുള്ള സ്റ്റേജസ് ഫോം ചെയ്യുന്നു. ഇതിൽ നമ്മളിപ്പോൾ ഗ്യാസ്ട്രുല സ്റ്റേജ് നമ്മൾ കട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് 3 ലെയേഴ്സ് കാണാൻ പറ്റും. അതാണ് എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. എക്ടോഡേം എന്ന് പറയുന്നത് ഔട്ടർ ലെയറും, മീസോഡേം മിഡിൽ ലെയറും, എൻഡോഡേം എന്ന് പറയുന്ന ഇന്നർ ലെയറും ആയിരിക്കും. അപ്പോൾ ചില ഓർഗാനിസംസിൽ മീസോഡേം ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് ഡിപ്ലോബ്ലാസ്റ്റിക് ജെം ലെയേഴ്സ് ഉള്ള ഓർഗാനിസം. എക്സാമ്പിൾ സീലൻഡ്രേറ്റ്സ്. ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് എന്ന് പറയുമ്പം അങ്ങനെയുള്ള ഓർഗാനിസത്തിൽ എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും കാണും. അതിന് എക്സാമ്പിൾസ് പ്ലാറ്റിഹെൽമിന്തസ് ടു കോർഡേറ്റ. ദെൻ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിൽ എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും ഇടയിൽ ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ലെയർ കാണാം. അതാണ് മീസോഗ്ലിയ. ഈ ഡയഗ്രാം ജെർമിനൽ ലെയേഴ്സിൻ്റെയാണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്. നമുക്ക് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം, മീസോഗ്ലിയ മുതലായ ലെയേഴ്സും കാണാം. ഫോർത്ത് basis of classification is coelom. Based on the presence or absence of coelom, the organisms are divided into coelomates, acoelomates and pseudocoelomates. Coelom means the body cavity which is lined by mesoderm. Coelom എന്ന് വെച്ചാൽ ഒരു ക്യാവിറ്റിയാണ്, ഒരു സ്പേസ്. The cavity between body wall and gut wall which is lined by mesoderm is called as coelom. Animals possessing coelom are called coelomates. അതായത് ബോഡി ക്യാവിറ്റി പ്രസൻ്റ് ആയിട്ടുള്ള അനിമൽസിനെയാണ് coelomates എന്ന് പറയുന്നത്. എക്സാമ്പിൾ അനലിഡ്സ് ടു കോർഡേറ്റ ആർ coelomates, അഡ്വാൻസ്ഡ് ഫോം ഓഫ് ഓർഗാനിസംസ്. Then acoelomates are the animals in which body cavity is absent. Body cavity absent ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് acoelomates. എക്സാമ്പിൾ Porifera to Platyhelminthes. Then pseudocoelomates. In pseudocoelomates, the body cavity is not lined by mesoderm. Instead, it can be seen as scattered pouches between ectoderm and endoderm. എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെ ഇടയ്ക്ക് സ്കാറ്റേഡ് ആയിട്ടുള്ള പൗച്ചസ് ആയിട്ടായിരിക്കും എന്ത് കാണുന്നത്, ബോഡി ക്യാവിറ്റി കാണുന്നത്. എന്തിൽ? സ്യൂഡോസീലോമേറ്റ്സ്. അതായത് ഫോൾ സീലമാണ് സ്യൂഡോസീലോമേറ്റ്സിലുള്ളത്. എക്സാമ്പിൾ അസ്ഹെൽമിന്തസ്. ഈ ഡയഗ്രത്തിൽ നമുക്ക് സീലോമേറ്റ്സിനെ കാണാം. സീലോം എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബോഡി ക്യാവിറ്റി, അതാണ് സീലോം. സീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ആൻഡ് എസീലോമേറ്റ്. Fifth character for basis of classification is segmentation. Then segmentation means the body of certain organisms is externally and internally divided into segments with a serial repetition of at least some organs. അതായത് earthworm പോലുള്ള ഓർഗാനിസംസിൽ അതിൻ്റെ ബോഡി എക്സ്റ്റേണലി ഇൻറ്റേർണലിയും ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സെഗ്മെൻറ്റേഷൻ കാണിക്കുന്ന ഫിനോമിനനെ മെറ്റാമെറിസം എന്നും പറയുന്നു. ലാസ്റ്റ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് നോട്ടോകോഡ്. Notochord is a mesodermally derived rod-like structure formed on the dorsal side during embryonic development of some animals. അതായത് ചില അനിമൽസിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഫോം ചെയ്യുന്ന റോഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. നോട്ടോകോഡ് ഉള്ള ഓർഗാനിസംസ് കോർഡേറ്റ്സും ഇല്ലാത്തത് നോൺ കോർഡേറ്റ്സും ആണ്. അനിമൽ കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇസ് ഷോൺ ബൈ ഫൈലം പൊരിഫറ. Then tissue level of organization is shown by Coelenterate and Ctenophora, and organ level of organization is shown by Platyhelminthes. Then organ system level of organization is shown by Ashelminthus to Chordata. In the case of symmetry,
Porifera is asymmetrical. Then Coelenterate and Ctenophora shows radial symmetry and bilateral symmetry shown by Platyhelminthes 2 chordata. Then body cavity or coelom. Platyhelminthes acoelomates, then pseudocoelomates ashelminthes, and true coelom or coelomates from annelids to chordata. ഇപ്പോൾ നമ്മൾ അനിമൽ കിങ്ഡത്തിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനും അതിൻ്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനും ഡിസ്കസ് ചെയ്തു ഈ ക്ലാസ് വഴി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ ഫൈലം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സീ ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.